ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? ന്യൂ ഇയറിന് ശേഷം മാർക്കറ്റ് പുതിയൊരാഴ്ചയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ഫസ്റ്റ് ഡേ ആണ് നിന്ന്. അപ്പോൾ നമുക്ക് നോക്കാം, വെനിസ്വേല US തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, വെനിസ്വേലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂസ് എല്ലാം മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം എന്തായിരിക്കും ഇന്നത്തെ ദിവസം മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ടോട്ടലുള്ള മാർക്കറ്റിൻ്റെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. 5 ജനുവരി അല്ലെങ്കിൽ 6 ജനുവരി ദിവസത്തെ ട്രേഡിങ്ങൾ എങ്ങനെയായിരിക്കും നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ എന്താണ് അവസ്ഥ, ഇതെല്ലാം ഈ ഇഷ്യൂവിൻ്റെയൊക്കെ പ്രധാന കേന്ദ്രമായ US അവസ്ഥ നമുക്ക് നോക്കാം. ഡോ ജോൺസ് ആൻഡ് S&P 500 പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ക്ലോസിംഗ് പോസിറ്റീവ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ലൈറ്റ്ലി ഫ്ലാറ്റ് ക്ലോസിംഗ് എന്ന് പറയാം നമുക്ക്. പക്ഷേ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് ഇത് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ വളരെ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മോസ്റ്റ്ലി 74 പോയിൻസിൻ്റെ അപ്സൈഡാണ്. അപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. 60 പോയിൻസിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു 60+ പോയിൻസിൻ്റെ ഗ്യാപ്പ് അപ്പ് ഈ അവസ്ഥയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ജാപ്പനീസ് മാർക്കറ്റ്സും സ്ട്രൈറ്റ് ടൈംസ്, ഹാങ്സങ് എല്ലാം തായ്വാൻ വെയിറ്റിനൊക്കെ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സ് അത്യാവശ്യം നല്ല പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യുവാണ്. സോ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ മേബി നിഫ്റ്റിയിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ 1 ഡേ ചാർട്ട് ഞാൻ നിഫ്റ്റിയുടെ കാണിക്കുകയാണ്. ഓൾ ടൈം ഹൈക്ക് സമീപമാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റിന് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാനൊരു ബുള്ളിഷ് മൊമെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ വീക്ക്ലി വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. മാർക്കറ്റിൻ്റെ നിലവിലെ അവസ്ഥയിൽ 26,335 ആണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ബുള്ളിഷ് വ്യൂ ആണ് നമ്മളെ മാർക്കറ്റാണ് ഇന്നത്തെ ദിവസം ഉള്ളതുണ്ടെങ്കിൽ ഞാൻ നോക്കുന്നത് ആദ്യം ഡിമാൻഡ് ഏരിയാസ് ഞാൻ പറയാം. ഒരു ഡൗൺ സൈഡ് വന്നാൽ പോലും ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് 26,230 ആൻഡ് 26,120 ഇതിൻ്റെ താഴത്തെ ലെവൽസിലേക്ക് മാർക്കറ്റ് ഒരിക്കൽ കൂടെ റീടെസ്റ്റ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ലെവൽസിലേക്കാണ് നമ്മൾ ആദ്യം പ്രതീക്ഷ വയ്ക്കേണ്ടത്. ഓക്കെ, മൈനർ ലെവലായിട്ട് ഇതാ 26,260 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഹണ്ട് നിലയിൽ വരാനുള്ള പോസിബിലിറ്റി നമുക്ക് കാണാം. ഓക്കെ, മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യാനായിട്ട് മേബി ഈ ഒരു ഏരിയയിലേക്ക് വന്നുകൂടായിക ഇല്ല. ഓക്കെ, അപ്പം അതിന് ശേഷം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയാൻ 26,380 ആയിരിക്കും ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വയ്ക്കുന്നത്. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വയ്ക്കുന്നത് ഒരു 26,450 എന്നുള്ള സോൺ ആയിരിക്കും. ആൻഡ് അടുത്ത സോൺ എന്ന് പറഞ്ഞാൽ 26,530. അപ്പോൾ ഈ ഒരു 26,537 ആ റേഞ്ചിലേക്ക് മാർക്കറ്റിന് സ്ലോലി മൂവ്മെൻറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. എത്ര പെർസെൻറ്റ് മൂവ്മെൻ്റ് ആണ്? മോസ്റ്റ്ലി ഉള്ളൂ 1% മൂവ് മാർക്കറ്റിൽ വരുന്ന ആഴ്ചകളിൽ പതുക്കെ ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താൽ ഉണ്ടാവും. 26,260 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു സ്വിംഗ് ലോ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിലേക്കൊക്കെ പതുക്കെ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 200-300 പോയിൻസിൻ്റെ അപ്സൈഡ് മേബി ഒരു ഡേ കൊണ്ടോ അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ടോ ഈ ഒരു ഏരിയാസ് ഈ ടാർഗറ്റുകളിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമുക്കൊന്ന് പോകാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പം ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഞാൻ പറയുന്നത് ഒരു 60,400 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മാർക്കറ്റിൽ ഒരു അടുത്ത ഒരു ബുള്ളിഷ് ഫേസ് ബാങ്ക് നിഫ്റ്റി തുടങ്ങി എന്ന് പറയാൻ സാധിക്കും. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം ഓരോ തവണയും കൺസോൾട്ടേഷൻ ബ്രേക്ക്ഔട്ട് ആൻഡ് പുൾ ബാക്ക് എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് ബാങ്ക് നിഫ്റ്റി മുൻപോട്ട് പോകുന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സെയിം കാര്യം നമുക്കിവിടെ ഒരു കാര്യം പറയാം. ഈ ഏരിയയില്ലേ ബാങ്ക് നിഫ്റ്റി ഈ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ മേ ബി അടുത്തൊരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ പാറ്റേൺസ് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരുപാട് ലിക്വിഡിറ്റി ഹണ്ടിങ് നടത്തി അല്ലെങ്കിൽ ഈ ഒരു ലോ ടെസ്റ്റ് ചെയ്ത ശേഷം മാർക്കറ്റിൽ ഉണ്ടായ മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കി കണ്ടില്ലേ. ഈ ലോ ടെസ്റ്റ് ചെയ്ത ശേഷം മാർക്കറ്റിൽ മോസ്റ്റ്ലി ഒരു 40% മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു ലോവിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് ബൈ ഓർഡേഴ്സ് ട്രിഗർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ 60,370 അല്ലെങ്കിൽ അതിനുശേഷം ഒരു 560 റേഞ്ചിലേക്ക് മാർക്കറ്റ് സ്ലോലി മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. ആൻഡ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു ഗ്യാപ്പ് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇതുവരെയായിട്ടും ഫില്ലായിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഒരു ക്രാഷ് എന്തെങ്കിലും ഒരു അപ്രതീക്ഷിതമായി, അതായത് നമ്മൾ ഒരു ബുള്ളിഷ് വ്യൂ ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും 2 ഏരിയാസ് കവർ ചെയ്യണം. ഒരു ക്രാഷ് ഉണ്ടായാൽ ഏത് ഏരിയയിൽ നിന്ന് ബൈ ട്രിഗേഴ്സ് ആവാം എന്നുള്ള കാര്യവും നമ്മൾ ധാരണ ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയാസിലൊക്കെ മാർക്കറ്റ് വരുവാണെങ്കിൽ മെയിൻ സോൺ 59,700 റിവേഴ്സൽ സോണായിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാങ്ക് നിഫ്റ്റി ലെവൽസിൻ്റെ കാര്യത്തിൽ കുറച്ചധികം ധാരണകൾ നിങ്ങൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ വേണം. അപ്പം ഇന്ന് റിസൾട്ടായിട്ട് കുറച്ച് സ്റ്റോക്സ് കണ്ട് ആക്സിറ്റ കോട്ടൺ, CDG, പെറ്റ്കം, KSH ഇന്റർനാഷണൽ അങ്ങനെ കമ്പനികളിൽ ഓൾറെഡി റിസൾട്ട് വരുന്നുണ്ട്. കൊറോണ റെമഡീസിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ ലോങ് ടേം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങാൻ പോകുന്ന പ്രൈസ്, ടാർഗറ്റ് പ്രൈസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഗ്രോസ് അഡ്വാൻസ് ഗ്രോസ് 15.86% ആൻഡ് ടോട്ടൽ ഡെപ്പോസിറ്റ് ഇൻക്രീസസ്. ടോട്ടലി പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഇക്വിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഉണ്ടായിരുന്നത്. ശേഷം ബാങ്ക് ഓഫ് ബറോഡയും ബന്ധൻ ബാങ്കും റിസൾട്ട് വന്നിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ ടോട്ടലി പോസിറ്റീവ് ആണ്. ഗ്ലോബൽ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ട് ആൻഡ് ഗ്ലോബൽ അഡ്വാൻസസിന് ഗ്രോത്ത് ഉണ്ട്. ഗ്ലോബൽ ഡെപ്പോസിറ്റും ഗ്രോത്ത് ഉണ്ട്. ഡൊമസ്റ്റിക് ആൻഡ് റവന്യൂവിനും ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റിനും ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടലി പോസിറ്റീവായിട്ടുള്ള ന്യൂസസ് ബാങ്കിങ് സെക്ടറിലെ കമ്പനികൾക്കുണ്ട്. ബന്ധൻ ബാങ്കിനും യെസ് ബാങ്കിനും, ഈവൻ യെസ് ബാങ്കിന് പോലും ലോൺ ആൻഡ് അഡ്വാൻസസ് റൈസ് ചെയ്തിട്ടുണ്ടെന്ന്, ഡെപ്പോസിറ്റുകൾ റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ബജാജ് ഫിനാൻസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. കസ്റ്റം ഫ്രാഞ്ചൈസി അവരുടെ ഇൻക്രീസ് ആയിട്ടെന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ലോൺ ബുക്ക് ഒരു 15% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. AUM ജമ്പ് ആയിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ബുക്ക് ജമ്പ് ആയിട്ടുണ്ട്. സോ ടോട്ടലി ബാങ്കിങ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന, ഫിനാൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസസ് വന്നിട്ടുണ്ട്. ശോഭ ഈ കമ്പനിക്ക് റിയൽ എസ്റ്റേറ്റ് ബേസ് ചെയ്തുണ്ടായിട്ടുണ്ട്. അപ്പം ടോട്ടൽ സെയിൽസ് ആൻഡ് സെയിൽസ് വാല്യൂ സർജ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ വേദാന്തയ്ക്ക് ഒരു പോസിറ്റീവായിട്ട് മെറ്റൽ സെക്ടറിൽ നിന്ന് ന്യൂസ് നോക്കുമ്പോൾ അലുമിനിയം പ്രൊഡക്ഷനും സിങ്ക് സെയിലബിൾ മെറ്റൽ മെറ്റലും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സിങ്ക് ഇന്റർനാഷണൽ പ്രൊഡക്ഷനും വേദാന്തയായിട്ട് ബന്ധപ്പെട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഒരുപാട് പോസിറ്റീവ് ന്യൂസസ് ആണ് ഈ മാർക്കറ്റിൽ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ബാങ്കിങ് സെക്ടറിലെ കമ്പനികൾക്ക്, മെറ്റൽ സെക്ടറിലെ കമ്പനികൾക്കെല്ലാം. IDBI ബാങ്കിന്റെ റിസൾട്ട് നോക്കിയാൽ ടോട്ടൽ ബിസിനസ്സും ടോട്ടൽ ഡെപ്പോസിറ്റും നെറ്റ് അഡ്വാൻസ് ജംസും ഉണ്ടായിട്ടുണ്ട്. മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ് നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും കമ്പനിയുടെ ഓവറോൾ ഡിസ്ബേഴ്സ്മെന്റ്സ് റൈസ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് അസറ്റ്സ് ഗ്രോ ചെയ്തിട്ടുണ്ട്. കളക്ഷൻ എഫിഷ്യൻസി എസ്റ്റിമേറ്റഡ് അൺചേഞ്ച്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. സോ ടോട്ടലി എല്ലാ കമ്പനികളിലും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ന്യൂസസ് എന്തായാലും ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ ഒന്ന് ഉണർത്താനുള്ള ന്യൂസസ് ഒരുപാട് കമ്പനികളിലുണ്ട്. സോ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കമ്പനി ഇത് നോക്കിയേ, മൈൻഡ് മെറ്റൽ പ്രൊഡക്ഷനും സെയിലബിൾ മെറ്റൽ പ്രൊഡക്ഷനും അത്യാവശ്യം നല്ല രീതിയിൽ 4% വീതം വെച്ച് ഗ്രോ ചെയ്തിട്ടുണ്ട്. റിഫൈൻഡ് സിങ്ക് പ്രൊഡക്ഷൻ ആണെങ്കിൽ 8% ഗ്രോ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി 2.21 lakh ടൺസിന്റെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. എന്തോരം പോസിറ്റീവ് ന്യൂസസ് ആണ് കമ്പനികളിലേക്ക് ഫ്ലോ ചെയ്യുന്നത് നോക്കി. ഇന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ, ഇന്ന് റിസൾട്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനികളിൽ അത്യാവശ്യം നല്ല ഇതാണ്. കോൾ ഇന്ത്യയുടെ IPO കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ്. കോൾ ഇന്ത്യ IPO മീൻസ് അതിന്റെ സബ്സിഡിയറി ഭാരത് കോക്കിംഗ് കോൾ BCCLന്റെ ലോഞ്ചിന്റെ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രീ IPO കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. 21-23 പെർ ഷെയറിന്റെ ഭാഗമാണ്. അല്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അപ്പം നിങ്ങൾ റോയൽ ഓർക്കിഡ് ഹോട്ടൽസിന്റെ ഒരു ലീഷർ പ്രോപ്പർട്ടി രാജസ്ഥാനിൽ പുതിയതായിട്ട് വരുന്നത് സൈനിങ് ചെയ്ത കാര്യം ന്യൂസായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. നൈബ് സെക്യൂരിറ്റി കോൺട്രാക്ട് സൈൻ ചെയ്ത ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ആർമിയായിട്ട് ബന്ധപ്പെട്ട് മാനുഫാക്ചറിംഗ് സപ്ലൈ ഓഫ് ഗ്രൗണ്ട് എക്യുപ്മെന്റ്സ്, എക്സസറീസ്, ESP, അമ്യൂണേഷൻ എന്നിവയാണ്. യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം, അങ്ങനെ പല വിധത്തിലുള്ള ഇത് നൈബ് എന്ന കമ്പനി ഇന്ത്യൻ ആർമിയായിട്ടുള്ള ഒരു എഗ്രിമെന്റിന്റെ ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഈ മാർക്കറ്റിന് പെർഫോം ചെയ്യാനുള്ള എല്ലാവിധ ന്യൂസസും നിലവിലുണ്ട്. അപ്പോൾ നമ്മളെന്താ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് അനലൈസ് ചെയ്താൽ മാർക്കറ്റിൽ എന്താ പറയുക, ഈ ഒരു മൂഡ് സെന്റിമെന്റ്സ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ പല സ്റ്റോക്സിലും എന്താണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, പല സ്റ്റോക്സിലും മാർക്കറ്റ് തിരിച്ചു കയറി വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കണ്ടില്ലേ? ഇപ്പം നൈബ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത്രയും പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ മാർക്കറ്റ് ടോട്ടലി ഈ ഒരു 1524 റേഞ്ച് എന്ന സെല്ലിംഗ് ഒരു സപ്ലൈ സോണിലേക്ക് മാർക്കറ്റ് ഒരു ടെസ്റ്റിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഓവറോൾ മാർക്കറ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് മൂവ്മെന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം നൈബ് പോലും നൈബ് ലിമിറ്റഡ് കമ്പനിക്ക് ഇത്രയും പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു മുൻ ന്യൂസ്, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വെള്ളിയാഴ്ച തന്നെ കാണിച്ചു. കണ്ടില്ലേ? മാർക്കറ്റ് അതിൻ്റെ ഒരു പെർഫോമൻസ് വെള്ളിയാഴ്ച തന്നെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ന്യൂസസ് പുറത്ത് വരുന്നത് കൊണ്ടായിരിക്കാം നല്ലൊരു ബ്രേക്ക് ഔട്ട് ആൻഡ് കണ്ടിന്യൂവേഷൻ നൈബ് എന്ന കമ്പനിയിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, 25% മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നൈബിൽ. അപ്പം ഇത്രയും സ്റ്റോക്സ് വളരെ പോസിറ്റീവായിട്ട് റിസ്ക് റിവാർഡൊക്കെ കീപ്പ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്താൽ വളരെ നല്ലൊരു ആഴ്ചയായിരിക്കും ഇതെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നല്ല സ്റ്റോക്സ്, കൂടുതൽ നല്ല കണ്ടന്റ്സുമായിട്ട് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, സോ താങ്ക് യു.